ഐ എം വെരി സോറി സഞ്ജന. നീ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും വിശ്വസിച്ചില്ല. പോലീസ് റെക്കോർഡ്സിൽ മരിച്ചുപോയ ഒരാളിങ്ങനെ തിരിച്ചു വരുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. ബട്ട് ഡോൺ വറി, രമേശ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സിറ്റിയിൽ മുഴുവൻ പോലീസ് ചെക്കിംഗ് ഉണ്ട്. 24 മണിക്കൂറിനുള്ളിൽ റിയയെ കണ്ടെത്താൻ പറ്റുന്നുള്ളത് കൺഫേം ആണ്. നീ പറയുന്ന അത്ര എളുപ്പമല്ല രാഹുൽ. ആ 24 മണിക്കൂറിൽ അവൻ എന്റെ മോളെ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്ക് പേടിയാവുന്നു. നീ ഒന്ന് സമാധാനിക്ക് സഞ്ജന. റിയയെ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അവൾക്കൊന്നും സംഭവിക്കില്ല. എന്നെ വിശ്വസിക്കുക. നിർത്ത്. ഓക്കെ, ആ നിർത്തിക്കേ. സർ, ഇയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. വണ്ടിയുടെ പേപ്പർ കണ്ടോ? ഇല്ല സർ, എല്ലാം ഉണ്ട്. കോൺസ്റ്റബിൾസ്, ഒരു വണ്ടി പോലും മിസ്സാവരുത്. എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തിരിക്കണം. ബി അലർട്ട്. എവരിതിങ് ഈസ് ബീൻ ടേക്കൻ കെയർ. ബി കെയർഫുൾ. യെസ് സർ. യാ, എന്തുണ്ടായാലും റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ. നമസ്കാരം. എന്താണ് സ്വാമി, വണ്ടിയുടെ പേപ്പേഴ്സ് ഒക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ? എല്ലാം കൃത്യമാണ് സാറേ. ഇപ്പോഴും സ്വാമിയുടെ റൂട്ട് തന്നെയാണോ? അതെ സാറേ. പോയിക്കോട്ടെ സാറേ. ഓക്കെ താങ്ക് യു സാർ. കിട്ടോ. കോൺസ്റ്റബിൾ സാർ, അവൻ ഇവിടെ എവിടെയോ ഉണ്ട്, പോയി നോക്ക്. യെസ് സർ. മമ്മി, റിയ, ഹലോ ഹലോ മമ്മി. റിയ, മോളെ നീ എവിടെയാ? എനിക്കൊന്നും പറ്റില്ലല്ലോ. എനിക്ക് പേടിയാവുന്നു മമ്മി. പേടിക്കണ്ട, മോക്കൊന്നും ആവില്ല. മോളിപ്പോ എവിടെയാ? എവിടെയാന്ന് അറിയില്ല മമ്മി. മോളൊന്ന് ചുറ്റും നോക്കിയേ. നിനക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ? അടുത്തൊരു ചർച്ച. ഓരോടി ഫോണില്. ചർച്ച. റിയ, ഹലോ, അമ്മയും മോളും തമ്മിൽ ഫോണിൽ നാടകം കളിക്കാ? പ്ലീസ് എന്റെ മോളൊന്നും ചെയ്യരുത്. നിനക്ക് എന്താ വേണ്ട? എന്ത് ചോദിച്ചാലും തരൂ. എന്ത് വേണമെങ്കിലും തരാം. 1 കോടി രൂപ. അത് തരാൻ പറ്റും നിനക്ക്? 1 കോടി രൂപയോ? എന്താ, തരാൻ പറ്റില്ലേ? എന്നാ കൊച്ചിനെ മറന്നേക്ക്. അയ്യോ വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും തരാം. എന്റെ മോളൊന്നും ചെയ്യരുത് പ്ലീസ്. ഒരു കാര്യം മറക്കണ്ട, പോലീസിന്റെ അടുത്ത് എങ്ങാനും ഇക്കാര്യം പറയാൻ നോക്കിയ പിന്നെ നീ ജന്മത്തി കൊച്ചിന്റെ മുഖം കാണില്ല. ഹലോ ഹലോ.
മിസ് സഞ്ജന, ഐ സിമ്പത്തൈസ് വിത്ത് യുവർ സിറ്റുവേഷൻ. അന്നത്തെ നിങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ ലൈഫ് റീസെറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ഇഷ്ടമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ലോണൊക്കെ ചോദിച്ചാൽ യു ആർ ഓൺ എ കോൺട്രാക്ട് ബേസിസ്. നിങ്ങൾക്ക് എങ്ങനെ ലോൺ തരാൻ പറ്റും? സർ പ്ലീസ്, ഞാൻ ജീവിതകാലം മുഴുവൻ സാലറി ഇല്ലാതെ ജോലി ചെയ്യാം. എന്റെ മോളെ രക്ഷിക്കണം പ്ലീസ് സർ. മിസ് സഞ്ജന, പ്ലീസ്, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ വേണം കംപ്ലൈന്റ് ചെയ്യാൻ. ഡോണ്ട് എംബാരസ് us. പ്ലീസ് ലീവ് ദ ഓഫീസ്. സർ രേണു, അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്തിട്ട് പറഞ്ഞയച്ചേ. ബ്ലഡി ഹെൽ, എംപ്ലോയീസിന് ഒരു പ്രോബ്ലം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാതെ ജോലി എന്ന് പറഞ്ഞു വിടുക. ഇതിങ്ങനെ വിടാൻ പാടില്ല. എം ഡിക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കാം. വേണ്ട യശ്വന്ത്, ഞാൻ വഴക്കുണ്ടാക്കാനല്ല ഇങ്ങോട്ട് വന്നത്. എന്റെ പ്രശ്നം ഇപ്പോ ഇതൊന്നും അല്ല. റിയ മോളെ കാണാതായിട്ട് 2 ദിവസമായി. എവിടെ എന്ത് ചെയ്യുന്നറിയില്ല. ഇതുവരെ എന്താ പോലീസിൽ പരാതി കൊടുക്കായിരുന്നു? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താ അവൻ റിയ എന്തെങ്കിലും ചെയ്താലോ? അല്ലെങ്കിൽ തന്നെ അവൻ 3 പേരെ കൊന്നതാ. എന്റെ അഭിപ്രായത്തില് അവൻ എത്ര ചോദിച്ചാലും അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് റിയയെ സേഫായിട്ട് കൊണ്ടുവരുന്നതാ ബുദ്ധി. പണം കൊടുത്തു കഴിഞ്ഞാൽ റിയ സേഫായി വിടുമെന്ന് ഉറപ്പുണ്ടോ? നമുക്ക് വേറെന്താ ഓപ്ഷൻ? നീ എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. അരവിന്ദിനോട് സഹായം ചോദിച്ചാലോ? അതെ, അതന്നെയായിരിക്കും നല്ലത്. ഈ സമയത്ത് ഈഗോ നോക്കണ്ട. കുഞ്ഞിന്റെ ജീവന്റെ പ്രശ്നമാണത്. ഈ സമയത്ത് ഇത്രയും വലിയ എമൗണ്ട് കയ്യിലുള്ളത് ഈ 2 പേരുടെ അടുത്താ. രാഹുലിന്റെ അടുത്തും അരവിന്ദിന്റെ അടുത്തും. രാഹുൽ അറിഞ്ഞ അത് പോലീസ് അറിഞ്ഞ പോലെയാ. ആ സൂര്യയാണെങ്കിൽ കുഞ്ഞിന് എന്ത് ചെയ്യാനും മടിക്കില്ല. പിന്നെന്താ നമുക്കൊരു വഴി? അരവിന്ദല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സ്നേഹവും ത്യാഗവും ഒക്കെ വെച്ച് നോക്കുമ്പോ ഈ വെറുപ്പ്, ഈ വിദ്വേഷം, ഇതൊക്കെ തീരെ ചെറുതാണ്. ഒരേ ഒരു തവണ ദയവ് ചെയ്ത് അരവിന്ദനൊന്ന് വിളിക്കേ. Guys, with this accusation, our company will come to the next level. Ashish, I want you and your team to work on the presentation. ഷുവർ സർ. Moving on, guys. So, gentlemen, please excuse me. അരവിന്ദ്, Sanjana, what a surprise. Parno. റിയ Riya? Riya kendu ori Sanjana? റിയയെ കിഡ്നാപ്പ് ചെയ്തു. What? അവക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കാൻ പറ്റില്ല. പ്ലീസ് ഹെൽപ്പ് മീ അരവിന്ദ്. ഞാൻ നിനക്ക് ആ പണം എങ്ങനെയെങ്കിലും തിരിച്ചു തരും. നീ ഇനി മാറിയില്ലേ സഞ്ജന? ഈ അവസ്ഥയിലും നീ പണം തിരിച്ചു തരാന്നാ പറയുന്നത്. പക്ഷെ തിരിച്ചു വരാന്ന് മാത്രം പറയുന്നില്ല. Look here, Sanjana. We may have our differences, but always remember one thing. റിയ നിന്റെ മാത്രമല്ല, എന്റെയും മോളാണ്. നിന്റെ അക്കൗണ്ട് നമ്പർ എനിക്ക് അയക്കാം. എത്രയും പെട്ടെന്ന് ഞാൻ കാശ് അയക്കാം. ബട്ട് ഓൺ വൺ കണ്ടീഷൻ. എന്താ അത്? റിയ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ എന്നോടൊപ്പം നിൽക്കണം. നീയും അവളും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. നീ ഇപ്പോഴും മാറിയിട്ടില്ല അരവിന്ദ്. ഇപ്പോഴും നീ ബിസിനസ് സംസാരിക്കുന്ന. അവനും നീയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അവൻ വിൽക്കാൻ നോക്കുന്നു, നീ വാങ്ങാൻ നോക്കുന്നു. മണ്ടത്തരം വിളിച്ച് പറയില്ല സഞ്ജന. ശരി, 1 മിനിറ്റ് നീ ഒന്ന് സമാധാനമായിട്ട് ആലോചിക്കേ. നിനക്ക് ഒറ്റയ്ക്ക് പോയി അവനെ എതിർത്ത് മോളെ കൊണ്ടുവരാൻ കഴിയില്ല. താങ്ക്സ്. മനഃപൂർവ്വം അല്ലെങ്കിലും ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. I'll fight until my last breath. In that case, you are all alone in this fight.